സ്റ്റെപ്പിലോട്ട് ഞാൻ പോവാ. ഒന്നാമത്തെ ലെവല് മന്ത്രവാദം ചെയ്യാൻ വന്നേ. മന്ത്രവാദം ജയിച്ചു. പക്ഷേ ഇസ്രായേൽ മക്കൾ അടുത്ത ഒരെണ്ണത്തിനകത്ത് തലയും കുത്തി താഴെ വീണു. നിന്നെ തകർത്ത് കളയാൻ, കൊടുങ്ങുണ്ടോ, നിന്നെ തകർത്ത് കളയാൻ, നിന്നെ നശിപ്പിക്കാൻ ചില പിശാച് കൊമ്പും വെച്ചുകൊണ്ടായിരിക്കത്തില്ല വരുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്. ബൈബിളിലെ വാക്യം പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇന്നേ പ്രാർത്ഥിക്കണം മോനെ. ചില പിള്ളേർ പട്ടുപോയി, പെട്ടും പോയി. നല്ല കഴിവുള്ളതായിരുന്നു, പെട്ടുപോയി, കുരുക്കി പെട്ടുപോയി, ഉയരാൻ പറ്റിയിട്ടില്ല. പക്ഷെ മറ്റു ചിലർ ഭയങ്കര പരിജ്ഞാനത്തോടെ വിസ്റ്റം പ്രാപിച്ചു. നിന്റെ കഴിവല്ല നിന്നെ ഉയർത്തുന്നത്, ദൈവത്തിൻ്റെ വിസ്റ്റം നീ തക്ക സമയത്ത് പ്രാപിക്കുന്ന അനുസരിക്കണം. മന്ത്രവാദം ഫലിച്ചില്ല, ആഭിചാരം ഒത്തില്ല. കാരണം എന്തോ ഉണ്ടായിരുന്നു അവർക്ക് ചുറ്റും? കാവൽ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ, എൻ്റെ മനസ്സിൽ വരുന്നത്. ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങി. ഒരു അക്രൈസ് ഒരു ഹിന്ദുവാണ്. ഞാൻ ആ കടയിൽ പോയി സാധനം മേടിക്കാൻ പോയി. നല്ല ബിസിനസ് നടക്കാം അവന്. ഇവന് മറ്റൊരാളെ, ഒരു വിക്കട് ഒരുത്തനെ, ഞാൻ ഏത് മതമാണെന്നൊന്നും പറയുന്നില്ല, കാരണം നമുക്കതിൻ്റെ വിഷയമല്ല, നമുക്ക് ആരോടും ഒരു ബുദ്ധിമുട്ടില്ല, ഈ കടയിൽ ഇരുത്തിയിട്ട് പോയി. പക്ഷെ ഞാൻ ആ കടയിൽ ചെല്ലുമ്പം എനിക്ക് ആ ഓണറിനെ കണ്ടിട്ടുണ്ട്, ആ കടയിൽ ജോലിക്കാരനെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ഇവൻ അണ്ടർഗ്രൗണ്ട് പണിയുന്നുണ്ട്. ഈ ഓണറിനെ അടിച്ചു കളഞ്ഞ് ഇവനത് പിടിച്ചെടുക്കും. ഞാനൊരു 3-4 മാസം ചെന്നപ്പം ഓണറില്ല. ഓണർ ഈ കട ഇവന് കൊടുത്തിട്ട് പോയി. ഇവൻ അടിച്ചെടുത്തു. ഇവൻ മന്ത്രവാദം ചെയ്ത. എത്രയോ ഇടത്ത് പോട്ടെ, ഇനി ഞാൻ പറയുന്നില്ല. വേണ്ട, തിങ്ക്. ദൈവമക്കളെ, നിങ്ങൾ അറിവില്ലാത്തവരാകല്ലേ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കമുള്ളവരായിരിക്കണം. പാമ്പിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കൊത്തുന്ന ബുദ്ധിയല്ല. പാമ്പ് ദൂരവേ തന്നെ ശത്രുവിനെ കാണും. ദൂരവേ അവൻ കാര്യങ്ങളെ സൂക്ഷിച്ചവൻ ഒഴിഞ്ഞു പോകും. അതാ പാമ്പിന്റെ ബുദ്ധി. അല്ല, പാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ കൗശലക്കാരനാ, വഞ്ചകനാ, ചതിയനാ. അത് പാമ്പിനെ പോലെ വർത്താനം പറയാനല്ല, പാമ്പിനെ പോലെ മറ്റുള്ളവനെ ചതിക്കാനല്ല, പാമ്പിനെ പോലെ മറ്റുള്ളവനെ കൊന്നുകളയാനല്ല. അല്ല, പാമ്പിന്റെ ഒറ്റ ബുദ്ധിയാ ദൈവം ഉദ്ദേശിച്ചത്. എന്തോ പാമ്പിന്റെ ബുദ്ധി ഉദ്ദേശിച്ചെന്നറിയാമോ? ദൂരവേ കാര്യങ്ങളെ കണ്ടിട്ട് ഒഴിഞ്ഞു പോകണം. പാമ്പ് ദൂരവേ കാര്യങ്ങളെ കാണും, കണ്ടിട്ട് എന്തോ പറ്റും? ഒഴിഞ്ഞു പോകും. നമ്മൾ ദൂരവേ അനർത്ഥങ്ങളെ കണ്ടിട്ട് എന്തോ എടുക്കണം? മാറിപ്പോണം. അതാ ദൈവം ഉദ്ദേശിച്ചേ, കേട്ടോ? അതാ ദൈവം ഉദ്ദേശിച്ചേ. ഇനി തകർക്കാൻ പറ്റുന്നില്ല സഹോദരനെ, തകർക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ തമിഴ്നാട്ടിലൊക്കെ നടന്ന ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നല്ല പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, അവൾ ക്ലാസ്സിലെ ഫസ്റ്റാ. അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് അവളുടെ വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ എത്ര നോക്കിയിട്ട് മറ്റവളെ ജയിക്കാൻ പറ്റുന്നില്ല. ഒരു കൊച്ചാ. അവളുടെ അമ്മ പറഞ്ഞു, സാരമില്ല, നീ പഠിച്ചു, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഈ അമ്മ ഒരു മാസായിക്കകത്ത് വിഷം കലർത്തിയിട്ട് സ്കൂളിലെ സെക്യൂരിറ്റിയുടെ കൊണ്ട് കൊടുത്തു. ഗേറ്റിനടുത്ത് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. സെക്യൂരിറ്റിയുടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ന കൊച്ചിന് കൊടുത്തേക്കാൻ പറഞ്ഞു. ആ സെക്യൂരിറ്റി കൊടുത്ത അതിൻ്റെ അമ്മ വന്ന് കൊണ്ട് കൊടുത്തായിരിക്കുമെന്ന്. പക്ഷെ കൊടുത്ത മറ്റേ കൊച്ചിൻ്റെ അമ്മയാണ്. ഈ കൊച്ചിന് കളിക്കാൻ വന്ന കൂട്ടത്തിൽ അവളെ വിളിച്ചു, അവൾക്ക് കൊണ്ട് കൊടുത്തു. മാസം കിട്ടിയില്ല, ആ കൊച്ചു കുടിച്ചു. അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഛർദ്ദിച്ചു, കുഴഞ്ഞു വീണു. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേന് കൊച്ചു മരിച്ചു. കുറേ സമയം കഴിഞ്ഞ് കൊച്ചു വോമിറ്റ് ചെയ്ത് മരിച്ചു. ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് സെക്യൂരിറ്റി ഇങ്ങനെ പോലീസ് വന്ന് ചെക്ക് ചെയ്തു വന്നു. CCTV ക്യാമറ നോക്കിയപ്പോൾ കൊണ്ടു കൊടുത്തത് ആരാന്നറിയാമോ? കൂട്ടുകാരിയുടെ അമ്മ. പിന്നെ അവരെ പിടിച്ചു. എന്തിനാ കൊടുത്തേ? അസൂയ.
അസൂയ. നോക്കിയേ, ദൈവ മക്കൾ, കുഞ്ഞുങ്ങൾ, ടു വെരി കെയർഫുൾ. ജോലി ചെയ്യുന്നവരായിരിക്കാം, സ്പോർട്സിലുള്ളവരായിരിക്കാം, മിനിസ്ട്രി ചെയ്യുന്നവരായിരിക്കാം, എവ്രി വൺ. ഇനി മിനിസ്ട്രി ചെയ്യുന്നവർക്കുണ്ട് കേട്ടോ. ശൗലിൻ്റെ ആത്മാവുള്ളവൻ അസൂയ നിറഞ്ഞവൻ, അവൻ്റെ കൂടെ ഉള്ളവർ ഒരാൾ പോലും വളരത്തില്ല. ശമൂവേലിൻ്റെ കീഴിൽ വളരും, ശൗലിൻ്റെ കീഴിൽ ഉടഞ്ഞു പോകും. ശൗല് എന്നും പുരോഹിതന്മാരെ കൊല്ലാനേ പഠിപ്പിക്കത്തുള്ളൂ, പക്ഷെ ശമൂവേൽ എന്നും ദൈവത്തിൻ്റെ കൂടെ നടക്കും. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിയലായിരിക്കും. പോട്ടെ, ഇനി ചില ഡീപ്പ് നമുക്ക് പഠിക്കാം കേട്ടോ. വചനം പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കാം. കാരണം വചനത്തിൽ എഴുതിയേക്കുന്ന ഇവന് പറ്റുന്നില്ല, ബിലെയാമിന് പറ്റുന്നില്ല. ബിലെയാമിൻ്റെ കൈക്ക് പിടിച്ച് തിരിച്ചു. ആര്? രാജാവ് പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ മാനിക്കണമെന്ന് ഓർത്താ ഇനി എൻ്റെ മുന്നേ നിൽക്കല്ലോ, ഓടിക്കോളാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. പുള്ളി അന്നേരം കുറച്ച് പ്രവചനം വന്നു. പുള്ളി അന്നേരം നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് പോയി. നിങ്ങൾക്ക് എന്തോ ചെയ്താൽ ഇമാരെ തോപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇമാരെ തോപ്പിക്കാം. എന്തോ ചെയ്യുമെന്ന് അറിയാം? നിങ്ങളുടെ കൂട്ടത്തിലുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടികളെ അർത്ഥനഗ്നരായി ഇവരുടെ കൂട്ടത്തിലേക്ക് അഴിച്ചുവിടാൻ പറഞ്ഞു. അർത്ഥനഗ്നരായി ഇവരുടെ പാളയത്തിലേക്ക് അഴിച്ചുവിടാൻ. നിങ്ങൾ 25-ാം അധ്യായം നോക്കിക്കേ, സംഖ്യാപുസ്തകം 25-ാം അധ്യായം ഒന്ന് വായിച്ച്. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തു. ആര് പറഞ്ഞു കൊടുത്ത ഐഡിയയ? ബിലെയാം. വെളിപ്പാട് പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുണ്ട് ഇത്. യാക്കോബിന്റെ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ ചരിത്രങ്ങൾ നിങ്ങൾ പോയി വായിച്ചോ. പാപം ചെയ്തു. പാപം ചെയ്താൽ എന്ത് നഷ്ടമാകും എന്ന് ഏദനിൽ കളിച്ച പുള്ളിക്കറിയാം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഏദൻ തോട്ടത്തിൽ കളിച്ച പുള്ളിക്ക് അറിയാമായിരുന്നു ആദാമിനെ ഹവ്വായെ എന്തിൽ വീഴ്ത്തിയാൽ തേജസ് പോകുമെന്ന്. എന്തിൽ വീഴ്ത്തിയാൽ പറ്റും? പാപത്തിൽ. അതേ ദുരാത്മാവ് തന്നെ ഇപ്പം ആരുടെ അകത്ത് കയറി? ബിലെയാമിൻ്റെ അകത്ത്. ബിലെയാമിനകത്ത് കയറി പറഞ്ഞു കൊടുത്തു, എന്ത് ഇവരെ കെട്ടടിച്ച് വിട്ടേര്, കുറേ പെൺകുട്ടികളെ ഇവർ കെട്ടടിച്ച് വിട്ടേര്. അപ്പം പാപം ചെയ്തു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാകും? ഈ സുരക്ഷ പോകും. ആദ്യമേ നഷ്ടമാകുന്ന സുരക്ഷയാണ്. ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്തു. ഒറ്റ ബാധ ദൈവം കൊണ്ട് തുറന്നു വിട്ടു. ഒറ്റ ബാധ. എത്ര പേര് മരിച്ചെന്നറിയാമോ? 23,000 പേർ ബാധയാൽ മരിച്ചു. 23,000 പേര് ബാധയായിട്ട് മരിച്ചു. ബാധ ഓരോരുത്തരെ 23,000 പേര്, 23 പേരല്ല, 2,300 പേരല്ല, 23,000 പേര് പാളയത്തിൽ മരിച്ചു ഒറ്റയടിക്ക്. എങ്ങനെ ബാധ കയറിയത്? ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്നല്ലേ? പിന്നെ എങ്ങനെ ബാധ കയറിയത്? ദൈവത്തിന്റെ ശിക്ഷ എന്നൊക്കെ പറയാം, പക്ഷെ എങ്ങനെ ഈ ബാധ കയറി? എടാ, ദൈവം നിനക്ക് തന്നേക്കുന്ന കാവൽ തകരാനുള്ളതിന്റെ കാരണം പാപമാ. കുടുംബത്തിനകത്തേക്ക് ബാധ കയറാനുള്ള കാരണം എന്താ? പാപം. വാതിൽ ഓപ്പണായി. മോശ വാതിക്കൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, തലേ കൈ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, ഇനി എങ്ങനാണോ ദൈവമേ, ഈ ജനത്തെയും കൊണ്ട് എന്ത് ചെയ്യാനാണോ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പുള്ളി ഒരു മോവാബി സ്ത്രീയെ വിളിച്ചോണ്ട് അകത്തോട്ട് വരിക. പുള്ളി വലിയ ഒരു മോവാബി സ്ത്രീയെ വിളിച്ചോണ്ട് പാളയത്തിനകത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. അന്നേരം അഹരോന്റെ പുത്രനായ എലിയാസറിന്റെ മകനായ ഫിനഹാസ്, അവനിത് കണ്ട് സഹിക്കാൻ പറ്റാത്ത അവൻ ഒരു കൂടാരത്തിൻ്റെ കുറ്റി ഊരി ആ ഇസ്രയേലിയനെയും ആ മോവാബി സ്ത്രീയെ കുത്തിക്കൊന്നുകളഞ്ഞു. കേട്ടോ, പാപം വെളിയിൽ കിടക്കുന്ന അകത്ത് കൊണ്ടുവന്ന് ഇവനെ വേണ്ടാന്ന് പറഞ്ഞു. ഇസ്രയേലിനെ ആദ്യം തകർത്തു കളഞ്ഞു. വെളിയിൽ കിടന്ന പാപം അകത്ത് കൊണ്ടുവന്ന് ജനം മൊത്തം മലിനപ്പെടാൻ കൊണ്ടുവന്ന് ഇവനെ, പഴയ നിയമത്തിന്റെ പ്രമാണം അങ്ങനെ ആയിരുന്നു കേട്ടോ, കൊന്നുകളഞ്ഞു. ദൈവം അന്നേരം പറയാ, വിശുദ്ധിക്ക് വേണ്ടി കൈ നീട്ടിയവനോട് ദൈവം പറയാ, എൻ്റെ ക്രോധത്തിൽ ഞാൻ ഇസ്രായേൽ മക്കളെ മൊത്തം നശിപ്പിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വേണ്ടി ശുദ്ധീകരണം ചെയ്ത അഹരോന്റെ മകനായ
എലിയാസറിൻ്റെ മകനായ ഫിനഹാസിന് ഞാൻ എൻ്റെ സമാധാന നിയമം കൊടുത്തേക്കുന്നത്. കണ്ടോ, ദൈവം പാപത്തെ ആദ്യം അടിക്കുന്ന ഇസ്രായേലിനാണ്. ഇസ്രായേലിന് ഓരോ പ്രാവശ്യം അടി കിട്ടുമ്പോൾ ഓർത്തോ അവൻ്റെ ശുദ്ധീകരണവും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇസ്രായേലിന് ആദ്യത്തെ ഓരോ പ്രാവശ്യം അടി കിട്ടുമ്പോൾ എന്തോ കിട്ടുന്നേ? ശുദ്ധീകരണം. അവിടെ വെച്ച് ബാധ നിന്നു. ഇനിയും പോട്ടെ, ദൈവവചനം പഠിക്കൽ. ആ കൊന്ന പുള്ളിയുടെ ഗോത്രം എഴുതി വെച്ചിട്ടുണ്ട്, പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫിനഹാസാ കൊന്നേ. ആ മറ്റേ പുള്ളി ഏത് ഗോത്രക്കാരനെന്നറിയാം? മറ്റേ പുള്ളി ശിമയോൻ ഗോത്രക്കാരൻ, ഒരു പ്രഭുവിൻ്റെ മകൻ. എൻ്റെ ദൈവമേ, പഠിച്ചു നോക്കണം. ശിമയോൻ ഗോത്രം. അപ്പൻ്റെ കയ്യിൽ നിന്ന് എന്തോ കിട്ടിയതാ? അപ്പൻ്റെ കയ്യിൽ നിന്ന് എന്തോ കിട്ടിയതാ? ശാപം. ഈ ശപിക്കപ്പെട്ടവൻ എവിടെ പോയാലും ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ കുരുക്കിനകത്ത് ഗുലുമാലിലും പെടുന്നത്. ഇവൻ്റെ എണ്ണം എടുക്കുമ്പം പകുതി പോലും ഇല്ല. ഞാൻ പിന്നീട് വരും പഠിപ്പിക്കാൻ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലത്തിനകത്ത് ഇത് കിടപ്പുണ്ട്. ആ ക്ലാസ്സിനകത്ത് ഗ്രാഫ് സഹിതം കാണിച്ചുകൊണ്ട് കേട്ടോ. ബ്രേക്കിംഗ് ദ ജനറേഷൻ പ്രോബ്ലത്തിനകത്ത് ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളുടെ ഗ്രാഫ് കാണിച്ചുകൊണ്ട് പഠിക്കുന്നുണ്ട്. ഇറങ്ങിയപ്പം 56,400 പേരുണ്ടായിരുന്നു, പുരുഷന്മാർ മാത്രം. ഈ 20 വയസ്സോട്ട് മേളിലോട്ടുള്ള പുരുഷന്മാർ ശിമയോൻ ഗോത്രത്തിൽ 56,400 പേരുണ്ടായിരുന്നു. 38 വർഷം കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കണക്കെടുക്കുമ്പം 22,000 ഉള്ളൂ പുരുഷന്മാർ. എന്ത് ചെയ്യും? ബാക്കി 64% ആൾക്കാർ കുറഞ്ഞു പോയി. എൻ്റെ ചോദ്യം, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഭയങ്കര തേജസ്സിൻ്റെ മേഘത്തിനകത്ത് തകർന്നു പോകുമോ? മന്ന കഴിച്ചാൽ തകർന്നു പോകുമോ? പാറയിലെ വെള്ളം കുടിച്ച ഒരാൾ തകർന്നു പോകുമോ? ജീവന്റെ പാറയിലെ വെള്ളം കുടിച്ചാൽ തകർന്നു പോകുമോ? തകരണോ വളരണോ? വളരണം. പക്ഷെ എന്തുകൊണ്ട് ഈ ഗോത്രം തകർന്നു പോയി? അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശാപം. ശാപം ഉള്ളതുകൊണ്ട് ഇവൻ പോയി പെട്ട കുരുക്കും ഫ്രണ്ട്ഷിപ്പും എല്ലാം ശപിക്കപ്പെട്ടതാണ്. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ചിലർ പറ്റിയ ബാൻഡ് വിഡ്ത്തിലേ പോയി പെടത്തുള്ളൂ. പറ്റിയ ബാൻഡ് വിഡ്ത്തിലേ പോയി ചിലർ പെടത്തുള്ളൂ. ചിലരുടെ കൂട്ടുകാരെ നോക്കിയാൽ മതി അവരുടെ സ്വഭാവം എന്തോന്ന് പറയാം. ചിലരുടെ കൂട്ടുകാർ. നമ്മുടെ ലൈഫ് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമുക്ക് ഇന്ന് നിർത്താം, ഈ ചാപ്റ്റർ നമുക്ക് മാറാം. കാവല് നഷ്ടമായി, ബാധയകത്ത് കയറി. പക്ഷെ അതിനു മുമ്പേയോ മന്ത്രവാദം ഫലിക്കാതെയായി. എന്താ ഫലിക്കാതായ? ദൈവത്തിൻ്റെ കാവലുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിന് ചുറ്റും കാവലുണ്ടെങ്കിൽ മന്ത്രവാദം ഫലിക്കുമോ? ഫലിക്കത്തില്ല. എന്നെ ദൈവം പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്ന മന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും ചെയ്യുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ഞാനിത് എടുത്തു കളയാൻ പോകുമായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എടുത്തു കളയാൻ പോകുമായിരുന്നു. കർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് എല്ലാ മാസവും 3 മാസം കൂടി ഇങ്ങോട്ട് വന്ന് എടുത്തു കളയ എങ്ങനെ? കർത്താവ് പറഞ്ഞു, മോനെ ഇതിൻ്റെ മേലിൽ വേറൊരു റേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കത് വെളിപ്പെടുത്തി തരണേ. കർത്താവിനോടെന്ന് പറഞ്ഞു, എൻ്റെ കാവലിൽ കയറ്. നീ വീടിന് ചുറ്റും, നിൻ്റെ വസ്തുവിന് ചുറ്റും, നിൻ്റെ നന്മയ്ക്ക് ചുറ്റും കാവൽ ബിൽഡ് ചെയ്താൽ ആരെങ്കിലും ഇതിനകത്തോട് കയറിയാൽ അവൻ കൊണ്ട് ഇടത്തേ ഉള്ളൂ തീക്കകത്ത് വീഴുന്ന പോലെ ആയിരിക്കും. നേരെ തിരിച്ച് അവൻ്റെ വീട്ടിൽ പോകും. ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ, അല്പസമയം എടുത്തു, നിങ്ങൾക്കിത് അനുഗ്രഹമാവട്ടെ. അപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ക്രൂശിലുള്ളവനെ ശപിക്കാൻ പറ്റത്തില്ല. നീ ക്രൂശിലായിരിക്കണം. എനിക്കറിയാവുന്നൊരു ദൈവവൃത്തിയൻ തൻ്റെ വീട്ടിൽ നിന്നും പട്ടിണിയാണ്. അതായത് ടെസ്റ്റ് മണി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ, ഞാൻ പേര് പറയുന്നില്ല. വീട്ടിൽ പട്ടിണിയാണ്, ഒരു നന്മയില്ല. ശുശ്രൂഷയിലാണോ? സഹോദരനും ഒക്കെ ശുശ്രൂഷയില്ല, പക്ഷെ ഒന്നും ഗതി പിടിക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാലും പുള്ളിക്ക് ഒരു നന്മയില്ല. ഒരു കുട്ടി വീട്. പുള്ളി അവസാനം ഒരു തീരുമാനിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു 40 ദിവസം ഉപവസിക്കാൻ പോകും. അങ്ങനെ പുള്ളി 40 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. പുള്ളിയുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തനിക്ക് ഒരു മുറിയില്ല. സഹോദരങ്ങളും സഹോദരിമാരും അമ്മയും എല്ലാം കൂടെ, അപ്പനും എല്ലാം കൂടെ താമസിക്കുന്ന പറ്റുന്നില്ല.
ആഹാരവുമില്ല. താന് തൻ്റെ വീടിന് മേളിൽ നോക്കിയൊരു മല കാണും. രാത്രിയാകും, സന്ധ്യയാകുമ്പം താൻ ഒരു കുപ്പി വെള്ളം എടുക്കും, ആ മലയുടെ മേളിൽ കയറും. ആ മലയുടെ മേളിൽ കയറിപ്പോകുന്നിടത്തൊക്കെ കുറച്ച് കാടാണ്, പക്ഷെ മലയുടെ മേളിൽ പോയിരിക്കും. കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാറ കാണാം. പാറ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഏരിയയും പല വീടുകളും കാണും. അവിടെ കയറിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-ാം ദിവസം ഒന്നും സംഭവിച്ചില്ല. 2-ാം ദിവസം, 3-ാം ദിവസം രാത്രികളിൽ പ്രാർത്ഥിക്കുക. 39-ാമത്തെ ദിവസം എത്തി, 39-ാമത്തെ 40-ാം ദിവസം എത്തി. താൻ അവിടുന്ന് പ്രാർത്ഥിക്കുക. താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തനിക്ക് കാണാം ഒരു വീട്ടിൽ പോലും ലൈറ്റില്ല. എല്ലായിടത്തും ലൈറ്റൊക്കെ കെടുത്തി എല്ലാവരും ഉറങ്ങി. അർദ്ധരാത്രി ഉറങ്ങി. ഇദ്ദേഹത്തിൻ്റെ വീട് കാണാം. ആ വീട് കുട്ടി വീട്. പക്ഷെ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 38-ാമത്തെ 40-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തനിക്ക് കേൾക്കാം ആ കാടിനകത്തൂടെ ഒരു ചെങ്ങല വലിക്കുന്ന ശബ്ദം കേൾക്കാം. ചെങ്ങല വലിക്കുന്ന ശബ്ദം. ഇത് നോക്കി, എന്തോ ചെങ്ങല വലിക്കുന്ന ശബ്ദം. താൻ നോക്കുമ്പം പ്രാർത്ഥിച്ചു ചെങ്ങല വലിക്കുന്നു. താൻ ആദ്യം ഓർത്ത് ഇത് എന്തോ വലിക്കുന്നത്, ചെങ്ങല വലിച്ചുകൊണ്ട് വരുന്നു. താൻ പറയാ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ മുന്നിലോട്ടൊരു ദുരാത്മശക്തി വെളിപ്പെട്ടു. ചെങ്ങല ഇട്ടിട്ടുണ്ട്, കൈകളിൽ ചെങ്ങല ഇട്ടിട്ടുണ്ട്. ദുരാത്മശക്തി വെളിപ്പെട്ടു. എന്നിട്ട് ഈ വ്യക്തിയോട് പറയാം, നിൻ്റെ വീട്ടിൽ ഇനിയും തൊട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൻ്റെ ഒരു പ്രാർത്ഥന കാരണം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കയ്യെ കിടന്ന ചെങ്ങല എടുത്തിട്ട് ആ പാറയിലോട്ട് അടിക്കുക. 3 വട്ടം അടിച്ചു കഴിഞ്ഞിട്ട് ആലറിക്കൊണ്ട് ഈ ശക്തി ഒരൊറ്റ പോക്കും. അദ്ദേഹം പറയാം, മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ അദ്ദേഹം പറയാം, എൻ്റെ മൂളിൽ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ മറ്റൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു അലർച്ച കേൾക്കാം, ലൈറ്റ് ഓണായി. ആ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരലർച്ച കേൾക്കാം, ലൈറ്റ് ഓണായി. താൻ പറയാ, അന്നു തൊട്ട് എൻ്റെ വീടിൻ്റെ കെട്ടുപൊട്ടി. ഈ ദൈവദാസൻ ആ കുടിലിരുന്നിടത്ത് കർത്താവ് നല്ല മനോഹരമായൊരു വീട് കൊടുത്തിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന് ദൈവദാസന്മാരും ഗസ്റ്റുകളും എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ച് ശേഷിപ്പിക്കുക. ഞാൻ മീറ്റിങ്ങിന് പോകുന്നിടത്തും ഞാൻ 2-3 പേരെ എൻ്റെ കൂടെ കാറിൽ പോകുമ്പോഴും ഒരു കാർ നിറച്ച് പിള്ളേരെ ഞാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആഗ്രഹമുള്ള പിള്ളേരെല്ലാം കൊണ്ടുപോകും. എല്ലാവരെയും കൊണ്ടുപോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒന്നിൽ അവിടുന്ന് ഫുഡ് കഴിക്കും. അത് കണ്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരും. ഇവരൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് ശേഷിപ്പിക്കുക. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ആൾക്കാർ വരിക. ഇന്ന് എനിക്ക് പൈസയുടെ പ്രശ്നമില്ല. ആ മനുഷ്യനന്ന് ടെസ്റ്റിമണി ഞാൻ പറയാം. ചില വീടുകളുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്നത്, അവകാശം പറഞ്ഞ് കിടക്കുന്നതിന്, അത് രോഗമായിരിക്കാം, തകർച്ച, അതിനെ വേരോടെ പിടണം. ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഒന്ന് ചെയ്യും. മറ്റു ചിലത് നിങ്ങളുടെയും കൂടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളുടെയും കൂടെ സമർപ്പണവും കൂടെ കാണും. അത്രേ ഉള്ളൂ. അല്ല എന്നെങ്കിലും വിടുതൽ കിട്ടും, എന്നെങ്കിലും വിടുതൽ കിട്ടത്തില്ല. ഇവൻ പോകത്തില്ല. പിശാചിൻ്റെ അവൻ തലമുറകൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും പോകത്തില്ല. അവനെ വേരോടെ പിഴുതേ പറ്റൂ. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും ബൈബിൾ തന്നെ പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. പറഞ്ഞോ. നമ്മളിതാ കണ്ടേ. ഇതൊക്കെ മിസ്റ്ററി കേട്ടോ. ഇതിൻ്റെ കണക്കുകളിലോട്ട് ഞാൻ വരുന്നില്ല. കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റാത്ത പോലെ മിസ്റ്ററിയാണ്. അവരുടെ ഫെർട്ടിലിറ്റി പോലും ദൈവം കൺട്രോൾ ചെയ്തത്. കാരണം 450 വർഷം കൺട്രോൾ ചെയ്തത്, അല്ലെ 500 വർഷം കൺട്രോൾ ചെയ്തത് ഭയങ്കര ദൈവത്തിൻ്റെ ഭയങ്കര. ഞാൻ പറഞ്ഞ ഫെർട്ടിലിറ്റി, അവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ മിസ്റ്ററി ആയിരുന്നു. എണ്ണത്തിനകത്ത് വരെ മിസ്റ്ററി കിടക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ പറ നമുക്ക് വേണ്ടി ദൈവം കാവൽ തരാൻ റെഡിയാണ്. നിങ്ങൾ അതിനകത്ത് മറയാൻ റെഡിയാണോ? പറഞ്ഞോ.
നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാനിത് പഠിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ബ്രദറെ, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. കർത്താവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്നോട് ആൾക്കാർ ചോദിച്ചു, നീ അങ്ങനെ ജീവിക്കുമെന്ന്, ഞങ്ങളെ വിട്ടുപോയാൽ നീ അങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചോ, ഞങ്ങളെ വിട്ടുപോയാൽ നീ അങ്ങനെ ജീവിക്കുമെന്ന്. ഞാൻ ഒരു സമയത്ത് മീറ്റിങ്ങിന് വേണ്ടി ഓട്ടമായിരുന്നു. കാരണം ജീവിക്കാൻ കാശ് വേണമല്ലോ, ജീവിക്കാൻ കാശ് വേണം. കാരണം മീറ്റിങ്ങിന് പോയെങ്കിലേ നന്മ കിട്ടത്തുള്ളൂ. ഞാൻ ഓടുമായിരുന്നു. പക്ഷെ കർത്താവ് കോവിഡ് വന്നപ്പോൾ എന്നെ പഠിപ്പിച്ചു. കോവിഡ് വന്നപ്പോൾ എവിടെ മീറ്റിംഗ്, 3 വർഷം മീറ്റിംഗ് പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു, വാക്തത്വം എത്തുന്നിടം വരെ മന്ന നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പോറ്റുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ IT-യിലെ ആൾക്കാർ ജീവിക്കുന്നതിനെക്കാട്ട് സുഭിക്ഷമായിട്ടാണ് ഞാൻ ജീവിച്ചത്. IT-യിലെ ആൾക്കാർ ജീവിക്കുന്നതിനെക്കാട്ട് സുഭിക്ഷമായിട്ടാണ് ദൈവം എന്നെ പോറ്റിയത്. എൻ്റെ നന്മ ഉയരത്തിലെ നന്മ ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, പ്രോമിസ് ലാൻഡിൽ എത്തുന്നിടം വരെ മന്ന ഇസ്രായേലിൻ്റെ നിന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ സൂപ്പർ നാച്ചുറൽ വഴികൾ തുടങ്ങും. ഞാൻ അവിടുത്തെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ സ്വത്രാഴ്ച കിട്ടത്തുള്ളൂ. മീറ്റിങ്ങിന് പോയെങ്കിൽ എനിക്ക് കുടുംബം എല്ലാം കൂടെ, മിനിസ്ട്രി എല്ലാം കൂടെ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കർത്താവ് തന്നത് പ്രസംഗിക്കണം, കർത്താവ് തന്നെ നന്മ തന്നല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ അതങ്ങ് നിന്നു. കോവിഡ് വന്നപ്പോൾ നിന്നു. നിങ്ങൾ ഇന്ന് രാത്രി, ഇന്ന് പകൽ നമ്മൾ ഹോളി കമ്മ്യൂണിലേക്ക് പോവാം. മോനെ, നമ്മുടെ അനുഗ്രഹം ഉയരത്തിലെ ദൈവമാണ്. ആണോ? ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, ബിൽഡ് ദി പ്രൊട്ടക്ഷൻ. ആത്മീക അസൂയ ഉള്ളവനാകട്ടെ, അല്ലാത്ത അസൂയ ഉള്ളവനാകട്ടെ, എല്ലാത്തിനും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരശുദ്ധനും ഒരഗ്രചർമ്മിയും യാതൊരുത്തനും നിന്നോട് അടുക്കരുത്. നിങ്ങളുടെ വീടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാവലിൽ, തേജസ്സിൻ്റെ കാവലിൽ മറയുക. ശത്രു, എനിമി, അവൻ എന്തെങ്കിലും തന്ത്രമായിട്ട് വന്നാലും നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും പറഞ്ഞോ ഫലിക്കത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്നത് ഫലിക്കത്തില്ല. നിങ്ങൾ വല്ലതും പഠിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം.